പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് ദിവ്യകുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ജീവിക്കുന്നതിനായ കർത്താവിനോട് നമ്മൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എല്ലാ ജീവിത ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് മൗനമായി സമർപ്പിക്കേണ്ട സമയമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച ഓരോ വിഷയവും ദിവ്യ ഈശോയെ സാധിച്ചു തരുവാൻ കനിയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഉടമ്പടിയിൽ സമർപ്പിച്ചുള്ള നിയോഗങ്ങൾ കർത്താവേ, ഉടമ്പടി പ്രാർത്ഥന ഉടനടി അനുഭവമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, വിവിധ ജില്ലകളിൽ നിന്ന് ഉടമ്പടി സമർപ്പിച്ചുള്ള മക്കള്, ഇപ്പോൾ യൂട്യൂബിലൊരു ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, കർത്താവായ ദൈവമേ, കൃപാസന മൽത്താരിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാതൃശക്തിയിൽ നിയോഗങ്ങൾ എത്തിച്ചിട്ട് ഈശോയെ അങ്ങ് സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സാക്ഷ്യങ്ങളിലെ രണ്ട് സാക്ഷ്യങ്ങൾ ഉടമ്പടിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് അത്ര കാര്യമായി പരിഗണിക്കാതെ ഒടുവിൽ ബോധ്യം കിട്ടിയ സഹോദരങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളുടെ പരിചിന്തനത്തിന് വിധേയമാക്കുന്നത്. അവരെന്നാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി പുസ്തകം പിന്നെയാണ് വായിക്കാൻ തുടങ്ങിയതെന്ന്. അപ്പോഴത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആധിയാണ് ഉണ്ടാക്കിയത്. കാര്യം ഞങ്ങളെ ഉടമ്പടി പുസ്തകം എന്ന് പറയുന്ന ഹാൻഡ് ബുക്ക് ഇതാ. ഈ ബുക്ക് തരുന്നതിൻ്റെ ഉദ്ദേശം ഇത് ആദ്യം വായിച്ചിട്ട് വേണം ഉടമ്പടി തുടങ്ങാൻ. കാര്യം ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഇരിക്കണത്
ഇതിൻ്റെ പുതിയ പുസ്തകം, ഇതിന് 60 പേജേ ഉള്ളൂ. ഉടമ്പടി പദ്ധതിയും പ്രയോഗവും എന്ന് പറഞ്ഞ പുതിയ പുസ്തകമുണ്ട്, അതിന് 260 പേജുണ്ട്. ഇത് 60 പേജേ ഉള്ളൂ. ഇത് പ്രൈമറി ആയിട്ട് ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. പുതിയ പുസ്തകം ഇറങ്ങിയിരിക്കുന്നതിന് ഇപ്പോഴേ പത്രം കൊടുക്കാൻ പാടില്ല. കർത്താവിൻ്റെ വചനം കേൾക്കുക, ശ്രദ്ധിക്കുക. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ പ്രാർത്ഥിക്കുന്നു, കർത്താവായ ദൈവമേ, വലിയ അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി, കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരണം പുതിയ പുസ്തകത്തിന് 260 പേജാണ് ഉണ്ടാകുന്നത്. അതായത് ഓരോ ദിവസം ചെല്ലുന്തോറും ഉടമ്പടിയുടെ വിശദാംശങ്ങൾ, ഉടമ്പടിയിൽ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും വലിയ അടയാളങ്ങൾ ഇത്ര പെട്ടെന്ന് നടക്കുന്നത്, അതിൻ്റെ ഓരോ ജ്ഞാനസൂത്രങ്ങളാണ് നമ്മൾക്ക് ഓരോ ധ്യാനത്തിലും ഈശോ പ്രത്യേകമായി നമുക്ക്. ഇപ്പോൾ 16-ാം സങ്കീർത്തനത്തിൽ എന്താ പറയണത്? രാത്രി മുഴുവനും എൻ്റെ അന്തരംഗത്തെ അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങ് നിറച്ചു വന്ന്. ഈ പുസ്തകം ഒന്നും വായിച്ചിട്ടല്ല എഴുതണത്, വായിക്കും. മാക്സിമം വായിക്കണത് വത്തിക്കാൻ സൂനദോസം ഡിഗ്രി വായിക്കും, പിന്നെ വായിക്കണത് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചേർച്ച് വായിക്കും. കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്ന പുതിയ പ്രാർത്ഥന സഭയുടെ നിലവിലുള്ള പ്രബോധനങ്ങളെ അതിലംഘിക്കുകയോ അതിന് വിരുദ്ധമായിട്ട് വരികയോ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. എന്ത് നോക്കിയാലും കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചേർച്ച് നോക്കും. അതാണ് സഭയുടെ പ്രാമാണിക ഗ്രന്ഥം. ബിബ്ലിക്കൽ റെഫറൻസ് വരുമ്പോൾ ജെറോം ബിബ്ലിക്കൽ കമൻട്രി നോക്കും. അതാണ് പുരാതന കാലം മുതൽ ഇന്ന് വരെയുള്ള സഭയുടെ ഔദ്യോഗിക വ്യാഖ്യാനമുള്ളത്. ഇങ്ങനെ സഭയുടെ ഒഫീഷ്യൽ ബുക്കുകൾ മാത്രമേ വായിക്കത്തുള്ളൂ. ബാക്കി ദൈവശാസ്ത്ര പുസ്തകങ്ങൾ, മറ്റു തരത്തിലുള്ള പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല. ഈശോ ഒരു കാര്യം വെളിപ്പെടുത്തി കഴിയുമ്പോൾ ആ വെളിപ്പെടുത്തിയ വിഷയങ്ങൾ നിലവിലുള്ള വിഷയങ്ങളുമായിട്ട് പൊരുത്തപ്പെടാതിരിക്കുന്നുണ്ടോ, നിലവിലുള്ള ദൈവശാസ്ത്രവുമായിട്ട് പൊരുത്തപ്പെടാതിരിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും പൊരുത്തം കുറവുണ്ടായാൽ അത് പിതാവിനെ കൊണ്ട് എഴുതി കൊടുക്കും. പിന്നെ പിതാവുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യും. ജെയിംസ് ആനാപ്രമേൽ പിതാവുമായിട്ട് 2.5 മണിക്കൂറാണ് ഒരു ദിവസം ഉടമ്പടി വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തത്. കാര്യം നമ്മൾ പഠിപ്പിക്കുന്നതെല്ലാം സഭയുടെ പഠനങ്ങളോട് പൂർണ്ണമായി യോജിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി പ്രവർത്തിക്കത്തില്ല. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മാർത്ത ലാസറിൻ്റെ ശവകുടീരത്തിൽ വെച്ച് ഈശോനോട് പറയുന്ന ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. എന്താണെന്നറിയാവോ? അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21 മുതലുള്ള തിരുവചനങ്ങളാണ്. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഒന്ന് പറഞ്ഞേ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ
എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 21:22. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ. അതിലേറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളത് എങ്കിലും നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. ഇതാണ് ഈശോയിൽ നിന്ന് മാർത്ത പഠിച്ച വേദപാഠം. ഈശോയിൽ നിന്ന് മാർത്ത പഠിച്ച വേദപാഠമാണ്. എന്താണ്? ഈശോ എന്ത് ചോദിച്ചാലും പിതാവ് ഈശോയ്ക്ക് നൽകും. എന്തുകൊണ്ടാണ്? പിതാവും ഈശോയും തമ്മിൽ അത്രയ്ക്കും വലിയ സ്നേഹമാണ്. അതാണ് വിഷയം. എന്തുകൊണ്ടാണ്? പിതാവും ഈശോയും തമ്മിൽ അത്രയ്ക്ക് വലിയ വിശ്വാസമാണ്. എന്തുകൊണ്ടാണ്? നീ ചോദിക്കണതെന്തും ദൈവം നൽകുമെന്ന് എനിക്കറിയാമെന്ന് പറയാൻ കാരണം എന്താ? ഈശോയും പിതാവും തമ്മിൽ അത്രയ്ക്ക് വലിയ പ്രത്യാശയാണ്. ഈ വിശ്വാസം, പ്രത്യാശയും സ്നേഹവുമാണ് ദൈവത്തെ, ഈശോനെ പിതാവുമായിട്ട് ഐക്യപ്പെടുത്തുന്നത്. ഇപ്പം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയത്തില്ലേ? ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ആ ഐക്യത്തിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് എന്താ? സ്നേഹം, വിശ്വാസം, പ്രത്യാശയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമുല. ഇത് വെളിവായി കഴിഞ്ഞാൽ നമ്മൾക്കും ദൈവവുമായിട്ട് ഇതുപോലെയുള്ള ഒരു ബന്ധം വരാൻ കഴിയും. എന്താണ്? വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. നമ്മളെപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ച ഈശോയെ അങ്ങേപ്പോലെ പിതാവുമായി ദൈവവുമായി പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവവുമായി ഐക്യത്തിലാകാൻ ഞങ്ങളിലും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറക്കണമേ. ഇത് ഒരു ജ്ഞാനമാണ് ശരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്? നിന്നോട് കൂടെ 2 മൈൽ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നിന്നോട് കൂടെ 1 മൈൽ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ നീ 2 മൈൽ പോകണം, ഇല്ലേ? അപ്പോഴാരെങ്കിലും വഴി, ഇപ്പം മകനാകാം, അയൽവാസിയാകാം, ആരെങ്കിലും ആകാം, ആര് നമ്മളോട് എന്ത് ചോദിച്ചാലും അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യണം. പക്ഷെ ചെയ്യുമ്പോഴെന്ത് ചെയ്യും? ചില ആൾക്കാർ പരിഭവം കൊണ്ട് ചെയ്യും, ചില ആൾക്കാർ പരാതി പറഞ്ഞിട്ട് ചെയ്യും, ഇല്ലേ? ചിലർ നിവൃത്തിയില്ലാണ്ടത് കൊണ്ട് ചെയ്യും. ഇങ്ങനെ എന്ത് ചെയ്യുന്നതെന്നല്ല പ്രശ്നം, എന്ത് വികാരത്തോടെ ചെയ്യുന്നുവെന്നുള്ളതാണ് വിഷയം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിന്നോട് ഇപ്പോൾ അമ്മ തന്നെ പറഞ്ഞു വിചാരിച്ചോ, അല്ലെങ്കിൽ അമ്മായി അമ്മ, ചിലപ്പോൾ നാത്തൂന്, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നോട് ബന്ധപ്പെട്ടുള്ള ആരോട് പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് മേലെ ആ സാരി ഒന്ന് കഴുകിയിട്ടേക്കാൻ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? കർത്താവിനാ പറയണത്, അയ്യോ ഇനിയിപ്പോൾ അതും കഴുകണമല്ല എന്നും പറഞ്ഞ് ഇരിപ്പേൻ്റെ നടുവ് പാടില്ലടോ എനിക്ക് എന്ന് പറയും. ഞാൻ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അല്ലേ?
ചിലർ സാരി കഴുകാൻ പറയുമ്പോൾ സാരിയും കഴുകും, ബ്ലൗസും കഴുകും. അതാണ് വിഷയം. ഈശോ ഉദ്ദേശിക്കുന്നത് അതാണ്. ഈശോ ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് നമ്മളോട് സാരി കഴുകാനാണ് പറയണത്. ഇപ്പം നമ്മളെന്ത് ചെയ്യും? സാരിയും കഴുകും, ബ്ലൗസും കഴുകും. എന്താ കാര്യം? നിന്നോട് 1 മൈൽ പോകാൻ പറയുന്നതിൻ്റെ കൂടെ നീ 2 മൈൽ പക്ഷേ കഴുകണമല്ല പ്രശ്നം. എങ്ങനെ കഴുകണം? സ്നേഹത്തോടെ കഴുകണം. അതാണ് പ്രശ്നം. അവിടെയാണ് വിഷയം വന്നത്. നമ്മൾ ഈ പ്രാർത്ഥിച്ച് സ്നേഹം ഉണ്ടാക്കാൻ വലിയ പാടാണ്. പ്രവർത്തിച്ചാണ് സ്നേഹം ഉണ്ടാക്കണത്. നമ്മൾ ഇപ്പോഴേ ഇത് മത്തായിയുടെ സുവിശേഷമാണ്. ഉടമ്പടി ക്രിസ്ത്യാനി നിങ്ങൾക്കറിയാവില്ല, ഏറ്റവും വലിയ ഉടമ്പടി എന്താ? ഏറ്റവും വലിയ ഉടമ്പടി എന്താ? സ്നേഹമാണ് ഏറ്റവും വലിയ ഉടമ്പടി. ഈ സ്നേഹത്തിന് എപ്പോഴും അതിൻ്റെ പ്രവൃത്തി തലങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, ഇത് ഭയങ്കര റിച്ചാണ്. ഈ ബുക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇത് റിച്ചാണ്. കാര്യം ഇത് കൃത്യമായിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ചെയ്യണത് എങ്ങനെയാണ്? ഇപ്പം മത്തായിയുടെ സുവിശേഷം 5:40 നിന്നോട് ചിലപ്പോൾ ശണ്ട കൂടാം. ഇപ്പം വെറുതെ ശണ്ട ഉള്ളവരും നമ്മുടെ അടുത്ത് വരാം, ശണ്ട ഇല്ലാത്തവരും വരാം, ഇല്ലേ? വീട്ടിൽ തന്നെയാണെങ്കിലും നിങ്ങൾ ഓഫീസിലാണെങ്കിലും നിങ്ങളോട് വഴക്കിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകാം, നിങ്ങളോട് വഴക്കിടാതിരിക്കുന്ന ആൾക്കാരുണ്ടാകാം. 2 തരം ആൾക്കാരില്ലേ? നമ്മുടെ ഓഫീസിലായാലും ഇപ്പം നീ ടീച്ചറാണെങ്കിലും നിൻ്റെ സ്റ്റാഫിലാണെങ്കിലും നിന്നോട് ലോഹ്യമുള്ള ആൾക്കാരുണ്ടാകാം, ടീച്ചർമാരുണ്ടാകും. നിന്നോട് യാതൊരു ലോഹ്യമില്ല, നിന്നോട് പല കാര്യങ്ങൾക്കും വഴക്കുള്ള വ്യക്തികളും ഉണ്ടാകാം. അപ്പോൾ ഈശോ പറയണത് 2 തരം വ്യക്തികളും നമ്മുടെയൊക്കെ ആവശ്യപ്പെടും. വഴക്കുള്ളവരും ആവശ്യപ്പെടും, വഴക്ക് ഇല്ലാത്തവരും ആവശ്യപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്നോട് ശണ്ട കൂടി, നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവന് എന്ത് ചെയ്യും? മേലങ്കി കൂടി വിട്ടുകുറയ്ക്കണം. പക്ഷേ ഇൻ വാട്ട് സ്പിരിറ്റ്, എന്തിലാണ് ചെയ്യേണ്ടത്? അവിടെയാണ് പ്രശ്നം. ഇപ്പം നിന്നോട് നേരത്തെ വഴക്കുണ്ടായിരുന്ന കക്ഷിയാണ്, ഇപ്പം നിൻ്റെ സമയം ആവശ്യപ്പെട്ടിരിക്കുക. നിന്നോട് നേരത്തെ വഴക്കുണ്ടായിരുന്ന കക്ഷിയാണ്. ഞാൻ സംസാരിക്കുന്ന വചനമേതാ? മത്തായി 5:40 നിന്നോട് ശണ്ട കൂടി അല്ലെങ്കിൽ നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മേലങ്കി കൂടി വിട്ടുകൊടുക്കുക. ഇതുവഴി ഈശോ എന്നാ ചെയ്തിരിക്കുന്നത്? മനുഷ്യനെ നമ്മളുടെക്കെന്ന് നമ്മുടെ സമയമോ സമ്പത്തോ ആവശ്യപ്പെടുന്നവരെ 2ആയിട്ട് ഈശോ തിരിക്കുന്നു. ഒന്ന് നമ്മളോട് ശണ്ട വെച്ചിട്ടുള്ള ആൾക്കാരും, രണ്ടാമത് ശണ്ട വെക്കാത്ത ആൾക്കാരും. പക്ഷെ നമ്മളോട് ശണ്ട വെച്ചവരോടും ശണ്ട വെക്കാത്തവരോടും നമ്മൾ പെരുമാറേണ്ടത് ഒറ്റ രീതിയിലാണ്. എന്താണ്? സ്നേഹത്തിലാണ് സംഭവം. കാര്യം ഇങ്ങനെ വരുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ കാര്യം നീ എന്താണ് ഈശോ എന്നാ പറഞ്ഞെന്നറിയാവോ? ഇപ്പം 15:7 യോഹന്നാൻ്റെ സുവിശേഷം, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുക. അതല്ലേ വചനം? യോഹന്നാൻ 15:7 ഈ നമ്മൾക്കിഷ്ടമുള്ള ചോദിക്കാമെന്നാണ് പറഞ്ഞിരിക്കണത്. ഒന്ന് പറഞ്ഞ്, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. അതിനല്ലേ മാർത്ത പറഞ്ഞത്? എന്താ പറഞ്ഞത്? കർത്താവേ, നീ ചോദിക്കണത് എന്തും. 11:22 ഈ യോഹന്നാൻ്റെ 11:22 യോഹന്നാൻ്റെ 15:7 തമ്മിൽ കണക്റ്റഡാണ്. ഒന്ന് എന്താ പറയണത്? കർത്താവേ, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ തിരിച്ചു പറഞ്ഞത് എന്താണ്? ഞാൻ മാത്രം ചോദിക്കണതല്ല, നിങ്ങൾക്കും ചോദിക്കണത് എന്തും ഞാൻ ചോദിക്കണത് എന്തും പിതാവിൽ നിന്ന് എനിക്ക് ലഭിക്കണ പോലെ
നിങ്ങൾ ചോദിക്കണത് എന്തും നിങ്ങൾക്കും ദൈവത്തിൽ നിന്നും എന്നിൽ നിന്നും ലഭിക്കും. എങ്ങനെയാണത്? അത് 15:7 അനുസരിച്ച് വേണ്ട. ഏതാണ്? നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ട്. ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒരു വചനമെങ്കിലും ഇവിടെ വന്ന് കേൾക്കണം, അല്ലേ? അതാണ് നമ്മുടെ ഒരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന എന്താണ്? 6 നിബന്ധന വെച്ചിരിക്കുന്ന 6 നിയോഗം വെച്ചിരിക്കുന്ന കാരണം 6 പ്രാവശ്യം നമ്മൾ വചനം ഒരു മാസം കേൾക്കണം. 5 വചനങ്ങൾ ഷാലോൺ ടി വിയിലോ അല്ലെങ്കിൽ മരിയൻ ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കേൾക്കണം. എന്തിനാ വചനം കേൾക്കണത്? അത് 15:7 അനുസരിച്ച് കൊണ്ടാണ്. നിങ്ങളെൻ്റെ വചനം കേൾക്കുകയും നിങ്ങളെൻ്റെ വചനം, അത് അവൻ പറഞ്ഞതല്ലേ, അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളാവുന്നല്ലേ നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കണത്, ഇല്ലേ? അവൻ പറഞ്ഞത് എന്താണ്? നിങ്ങളെൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ. അതാണ് അവൻ പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ ആദ്യം എന്താ കേൾക്കുന്നത്? വചനം കേൾക്കും. വചനം കേൾക്കുമ്പോൾ എന്താ ചെയ്യണത്? വചനം കേൾക്കണത് എന്തിനു വേണ്ടിയാണ്? അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോഴെന്നാ സംഭവിക്കും? അപ്പോൾ സംഭവിക്കുന്നത് 11:22 യോഹന്നാൻ എന്താ പറയണത്? കർത്താവേ, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ തിരിച്ചെന്താ പറയണത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, എനിക്ക് മാത്രമല്ല നിങ്ങൾ ചോദിക്കണത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. 15:7 ജീവിക്കുക. ഇപ്പോഴതാണ് ഇവിടെ പറയണത്. കർത്താവ് പറഞ്ഞത് എന്താണ്? നിന്നോട് ചോദിക്കുന്നവരും 2 തരമാണ്. ഒന്ന് ശണ്ട വെച്ചിട്ടുള്ള ആൾക്കാർ, രണ്ടാമത് ശണ്ട വെക്കാത്ത ആൾക്കാരും. ശണ്ട വെച്ച ആൾക്കാരും ശണ്ട വെക്കാത്ത ആൾക്കാരും നിന്നോട് ചോദിച്ചാൽ നീ ചെയ്യേണ്ടത് എന്താണ്? ചോദിച്ചതിനേക്കാൾ ഇരട്ടിയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ചോദിച്ചതിനേക്കാൾ ഇരട്ടി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രത്യാശയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവസ്നേഹത്തിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ചോദിച്ചതിനേക്കാൾ ഇരട്ടി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് മത്തായി 5:40-41 അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ചെയ്യണത്? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്നേഹം വേണം. പക്ഷേ എങ്ങനെയുള്ള സ്നേഹമാണ്? ഉടമ്പടി പ്രകാരമുള്ള സ്നേഹമാണ്. എങ്ങനെയുള്ള സ്നേഹമാണ്? കാര്യം ഉടമ്പടി പ്രകാരമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ലേ ഉടമ്പടി ചെയ്യണത്. ഈശോ ഉടമ്പടി ചെയ്തത് എന്താ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെ? ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്ത പോലെ, ഞാൻ പിതാവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത പോലെ. എങ്ങനെയാണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ നമ്മൾ ചോദിച്ചതിനേക്കാൾ ഇരട്ടി ചെയ്യണത് ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്? ഈശോനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്താണ് മാതൃക? ഈശോ പിതാവിനെ സ്നേഹിച്ചതും നമ്മളെ സ്നേഹിച്ചതുമാണ് സ്നേഹത്തിൻ്റെ മാതൃകയായിട്ടുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് പിതാവിനെ സ്നേഹിച്ചതും ഞങ്ങളെ സ്നേഹിച്ചതും മാതൃകയാക്കി ഉടമ്പടി കാലത്ത് ദൈവ തിരുസന്നിധിയിൽ മൂല്യമുള്ളവരാകാൻ മാർത്ത പറഞ്ഞതുപോലെ അങ്ങ് ചോദിക്കുന്നത് എന്തും അങ്ങയ്ക്ക് ലഭിക്കുന്നത് പോലെ ഈശോ പറഞ്ഞതുപോലെ ഞങ്ങൾ ചോദിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ലഭിക്കാൻ യോഹന്നാൻ 15:7 അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ വചനം കേൾക്കുകയും അതനുസരിച്ച്
ജീവിക്കുകയും ചെയ്യാൻ. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തില് 5:40-41 അങ്ങ് പറഞ്ഞതുപോലെ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് മേലങ്കി കൂടി വിട്ടുകൊടുക്കുവാനും 1 മൈൽ ദൂരം സഞ്ചരിക്കാൻ നിർബന്ധിക്കുന്നതിന്റെ കൂടെ 2 മൈൽ പോകുവാനും ആവശ്യമായ ദൈവിക പുണ്യമായ വിശ്വാസത്താൽ ദൈവ സ്നേഹത്താൽ പ്രത്യാശയാൽ എന്നെ നിറക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ചോദിക്കുമെൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, മാതാ പറഞ്ഞതുപോലെ അങ്ങ് ചോദിക്കുന്ന നൽകുന്ന ദൈവമല്ലേ. ഞങ്ങളുടെ രോഗദുരിതങ്ങള്, ഞങ്ങളുടെ ദാമ്പത്യ വിഷമതകള്, ഞങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ആകുലതകള് കർത്താവേ അങ്ങ് അത്ഭുതകരമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്നവന്, പ്രാർത്ഥിക്കുന്നവന് സമസ്തവും കൊടുക്കുന്ന ദൈവമേ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങള്, ഇപ്പോൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, യൂട്യൂബിൽ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങള് എല്ലാത്തിൻ്റെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് വർഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ കാണും ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത തന്നെ, ആ ഉടമ്പടി പ്രാർത്ഥന കറക്റ്റാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ്? സമയച്ചുരുക്കുക. നിങ്ങളിവിടെ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെന്താ പറയണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞങ്ങളുടെ മെറിറ്റ് കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എഫേസ്യൻസ് 2:8 പറയണത്. ഈ എൻ്റെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണെന്ന് പറയുമ്പോൾ അങ്ങയുടെ കൃപ നമ്മളിലേക്ക് വരാനുള്ള ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? അതാണ് വിഷയം. ഇപ്പോൾ എഫേസ്യൻസ് 2:8 ഉടമ്പടി വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? എൻ്റെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളിലേക്ക്. ഇപ്പം നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതാണ് ഉടമ്പടി. ഇപ്പം ആ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വരാനുള്ള നമ്മളുടെ യോഗ്യത എന്താ അത് ഈ ദൈവസ്നേഹം തന്നെയാണ്. കാര്യം പിതാവിൻ്റെ കൃപ ഈശോയിലേക്ക് വരാനുണ്ടായിരുന്ന തത്വം പഠിച്ചാൽ ഈശോൻ്റെ കൃപ നമ്മളിലേക്ക് വരാനുള്ള തത്വമാകും. ഇതാൻ്റെ മാത്തമാറ്റിക്സ്. പിതാവിൻ്റെ കൃപ എങ്ങനെയാണ് ഈശോയിലേക്ക് വന്നത്? പിതാവിൻ്റെ കൃപ എങ്ങനെയാണ് ഈശോയിലേക്ക് വന്നതെന്ന് നമ്മൾ ടെക്നിക്കലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഈശോൻ്റെ കൃപ എങ്ങനെയാണ് നമ്മളിലേക്ക് വരണമെന്ന് അറിയാൻ പറ്റും. പിതാവിൻ്റെ കൃപ എങ്ങനെയാണ് ഈശോയിലേക്ക് വന്നത്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. അതാണ് 12:18. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12:18 വെച്ചുകൊണ്ടാണ് പിതാവിൻ്റെ കൃപ ഈശോയിലേക്ക് അപ്ലോഡ് ചെയ്തത്. മക്കളെ, ഇതിൻ്റെ അകത്ത് മന്ത്രവും തന്ത്രമൊന്നും ഇല്ല. മന്ത്രവും തന്ത്രത്തിലൂടെ ദൈവത്തിനെ പറ്റിക്കണത് അത് വേറെ ലോകമാണ്. ഇത് സത്യദൈവത്തിന് സത്യസന്ധമായി അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള സുവിശേഷ സൂത്രങ്ങളാണ്. പിതാവിൻ്റെ കൃപ എങ്ങനെയാണ് ഈശോയിലേക്ക് വന്നത്? ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദം കൃപ അല്ലേ, ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. എന്താണ് ആത്മാവ് പ്രസാദിച്ചത്? ആത്മാവ് പ്രസാദിച്ചത് എന്താ? ഈശോ മാക്സിമമാണ് ചെയ്തത്. മാക്സിമം പിതാവ് ചോദിച്ചതിനേക്കാളും മാക്സിമമാണ് ഈശോ ചെയ്തത്. പല കാര്യങ്ങൾക്കും ഈശോയ്ക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ആ കാല് കഴുകലൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അത്താഴം നടത്തി പിരിഞ്ഞാൽ മതിയായിരുന്നു. കാല് കഴുകലൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം, ഒരു പ്രശ്നവുമില്ല. പിതാവ് ചോദിക്കും, നീ എന്താണ്ടാ കാല് കഴുകാച്ചെന്ന് ചോദിക്കുക? ഇല്ല, ഇതൊക്കെ ആൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച പരിപാടികളാണ്. പിതാവ് പറഞ്ഞിട്ട് ചെയ്ത കാര്യമല്ല. പിതാവ് പറഞ്ഞ കുർബാന സ്ഥാപിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. കാര്യം നിത്യകാലം നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി.
പിന്നീട് മേലങ്കി അഴിച്ചു മാറ്റിയതും ദാസൻ്റെ വിഷം ധരിച്ചതും താലത്ത് വെള്ളമെടുത്ത് പാദം കഴുകി ചുംബിച്ചതുമൊക്കെ ആൾ സ്വന്തമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. 1 മൈൽ പോകാൻ പറഞ്ഞപ്പോൾ 2 മൈൽ പോയ ആളാണത്. കൈയിടിച്ച് കർത്താണ് ഹല്ലേലൂയ യേശുസ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുസ്തോത്രം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സദാമൂല്യങ്ങളെ, രഹസ്യങ്ങളുടെ വലിയ വചനങ്ങളെ ഞങ്ങൾ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. വിശുദ്ധീകരിക്കുന്നവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിക്കാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയാണ് ഈശോ പ്രസാദം ഉണ്ടാക്കിയത്, കൃപ ഉണ്ടാക്കിയത്. അപ്പ കുർബാന സ്ഥാപിക്കാൻ പറഞ്ഞപ്പോൾ, 1 മൈൽ പോകാൻ പറഞ്ഞപ്പോൾ അപ്പായോടുള്ള പരമമായ സ്നേഹത്താൽ ഈശോ മേലങ്കി കൂടി അഴിച്ചു മാറ്റി ദാസൻ്റെ വിഷം ധരിച്ച് അപ്പോസ്തലന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ അപ്പ പറഞ്ഞതിൻ്റെ ഇരട്ടി ചെയ്ത് ഔട്ട് ഓഫ് ലവ്. അവനെങ്ങനെയാണ് ചെയ്തത്? അവൻ ചെയ്തത് അപ്പായോടുള്ള സ്നേഹത്താലാണ്. ദൈവവേദന നമ്മളും ഈ കാരുണ്യ പ്രവൃത്തികളും ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യണത് എന്തായിരിക്കണം? അപ്പായോടുള്ള സ്നേഹത്താലാണ്, ഈശോയോടുള്ള സ്നേഹത്താലാണ്. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നല്ലേ പറയണത്. 10:32 മത്തായി ശ്ലീഹായുടെ സുവിശേഷം എന്താ പറയണത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാൻ പ്രതിഫലം നൽകും. ഞാൻ പ്രതിഫലം നൽകും. ദൈവവേദനെ ദൈവം നൽകണ പ്രതിഫലം എന്താ? പ്രതിഫലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവ് പറയും, ഈ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലമുണ്ട്, എൻ്റെ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലമുണ്ടെന്ന് പറയും. രണ്ടായിട്ടാണ് പറയണത്. പ്രതിഫലം എന്ന് പറയുമ്പോൾ എന്താ ഈശോ പറയണത്? ഈ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലമുണ്ട്, എൻ്റെ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലമുണ്ട്. ഈ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് എന്താ പറയണത്? അത് തുരുമ്പും കീടങ്ങളും കവർന്ന് കളയും. പ്രൈസ് ദി ലോർഡ്. ഈ നാട്ടിലെ മനുഷ്യന്മാരിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടിയാൽ, നിങ്ങൾ ഇടത് കൈ ചെയ്യുന്നത് എന്താണെന്ന് വലത് കൈ അറിയാതിരിക്കട്ടെ. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ 5:20 മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷം 5:20 മനുഷ്യരുടെ മുമ്പിൽ കാഹളം മുഴക്കരുത്, മുഴക്കിയാൽ അതിനുള്ള പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അപ്പം പ്രതിഫലം എങ്ങനെയാണ്? ഈ മനുഷ്യന്മാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമുണ്ട്. I will come with my reward എന്നല്ലേ പറയണത്? ഞാൻ വരും, എൻ്റെ പ്രതിഫലവുമായി വരുമെന്ന്. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ പറയണത് എന്താണ്? ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു. അതാരാണ്? ദൈവത്തിൻ്റെ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലം, പിതാവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം. ഈ നാട്ടിൽ കിട്ടുന്ന പ്രതിഫലം കൊണ്ടുള്ള കുഴപ്പം എന്താ? നിങ്ങളുടെ ഹൃദയം എവിടെയോ, നിങ്ങളുടെ സമ്പത്ത് എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അതായത് തുരുമ്പും കീടങ്ങളും പുഴുക്കളും അരിച്ചു മാറ്റാത്ത നിക്ഷേപം സൂക്ഷിക്കാൻ പറയും, ഇല്ലേ? തുരുമ്പും കീടങ്ങളും. കാര്യം മനുഷ്യന്മാർ നമുക്ക് എന്ത് തന്നാലും കുറച്ച് കഴിയുമ്പോൾ തുരുമ്പും കീടങ്ങളും അത് നശിപ്പിച്ച് കളയും. ഇപ്പം നിൻ്റെ അപ്പം നിനക്ക് വിൽപ്പത്രം എഴുതി തന്നു, വിൽപ്പത്രം പെട്ട് അപ്പം മരിച്ചു പോയി. ഇപ്പം വിൽപ്പത്രം എടുത്ത് നോക്കിയപ്പോഴുണ്ട് ചെതലരിച്ചിരിക്കണം. അത് രജിസ്റ്റർ ചെയ്യാനും വിട്ടുപോയി. ഇപ്പം എന്നാ പറ്റി? നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാൻ പോലും ഇല്ല. അപ്പൻ്റെ ഒപ്പൊക്കെ ചെതലരിച്ച്. അപ്പൻ ഒപ്പിട്ട് തന്നായിരുന്നേ, വിൽപ്പത്രം എഴുതിയപ്പോൾ ഒപ്പിട്ട് തന്നായിരുന്നു. ആ ഒപ്പ് കാണാനില്ല. എന്താണ്? ആ ഒപ്പ് തന്നെ നോക്കി ചെതലരിച്ചിരിക്കുകയാണ്. ഇപ്പം നിനക്ക് 1 ഏക്കർ തന്നായിരുന്നു, പക്ഷെ ചെതൽ കൊണ്ടുപോയി നിൻ്റെ 1 ഏക്കർ. കാര്യം എന്താ? അപ്പൻ്റെ ഒപ്പ് ചെതലരിച്ചിരിക്കുക. അതാണ് ഈശോ പറഞ്ഞത്. ഇവിടെ നിന്ന് 1 ഏക്കർ കിട്ടിയാലും
1000 ഒപ്പർ കിട്ടിയാലും അപ്പൻ ഒപ്പിട്ടാലും പ്രധാനമന്ത്രി ഒപ്പിട്ടാലും ചെതലരിച്ചു പോകും. പ്രതിഫലങ്ങൾ നൽകാൻ പറഞ്ഞപ്പോൾ ചെതലരിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്തതെന്ന് ഈശോ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാൻ പ്രതിഫലം നൽകും. ആ പ്രതിഫലത്തിൻ്റെ പ്രശ്നം എന്താ? അത് കൃപയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം നൽകുന്ന കൃപ, അനുഗ്രഹങ്ങളെല്ലാം ചെതലരിക്കും, പുഴുക്കളെടുക്കുകയും ചെയ്യും. അതെന്താണ്? ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതിക ആനുകൂല്യങ്ങളാണ്. ഭൗതിക ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കൃപയും തമ്മിൽ വ്യത്യാസമുണ്ട്. കൃപയെ സംബന്ധിച്ചിടത്തോളം ദൈവം തരണതാണ്. നമ്മൾ ഉടമ്പടിയിൽ അന്വേഷിക്കണത് എന്താ? ഈ കൃപയാണ് അന്വേഷിക്കണത്. ഇപ്പം നിനക്ക് IELTS-ന് 8% മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ? ഇല്ലേ? ഇപ്പം ഇന്ന് പത്രത്തിലുണ്ട്, IELTS എഴുതാത്തവർക്കും കാനഡയിൽ പോകാവുന്നുണ്ട്. പത്രത്തിലല്ല, നമ്മുടെ നെറ്റിലുണ്ട്. IELTS എഴുതാത്തവർക്കും മാർക്കില്ലാത്തവർക്കും കാനഡയിൽ പോകാമെന്ന് എഴുതിയിട്ടുണ്ട്. പുതിയ പ്രൊവിഷൻ വന്നിരിക്കണതാണ്. പഠിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് ഇപ്പോഴൊരു ചാൻസായി. ഇപ്പം എന്തു ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓർപ്പിച്ചതന്നേ ഉള്ളൂ. അതായത് കൃപയുടെ നേച്ചർ എന്ന് പറയണത് അതിന് ഇന്ന കാര്യം, ഇന്ന അളവ്, ഇന്ന തൂക്കത്തിൽ വേണമെന്ന്. ഈ ഭൂമിയിലുള്ള എല്ലാ അനുഗ്രഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? അനുഗ്രഹത്തിന് മെരിട്ടുണ്ട്. അനുഗ്രഹത്തിന് മെരിട്ടുണ്ട്. ആ മെരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, മെരിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ? ഒന്നെങ്കിൽ യോഗ്യത, അനുഗ്രഹങ്ങളെല്ലാം മെരിറ്റാണ്. അതിൽ വരേണ്ട എന്താ? മെരിറ്റ് എപ്പോഴും വരണത് മാനദണ്ഡങ്ങളിലാണ് വരണത്. നോംസാണ്. മെരിറ്റ് ആൻഡ് നോംസ് തമ്മിൽ ബന്ധമുണ്ട്. മാനദണ്ഡങ്ങൾ. ഇപ്പോൾ SSLC പാസ്സാകണമെങ്കിൽ ഇത്ര മാർക്ക് അല്ലേ? അപ്പോൾ A+ ഇത്ര മാർക്ക്, അപ്പോൾ അത് മെരിറ്റാണ് വരണത്. B+ ഇത്ര മാർക്ക്, എല്ലാം മെരിറ്റാണ്. അപ്പം മെരിറ്റ് വരുമ്പോൾ, മെരിറ്റ് നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങളില്ല. ഇവിടെ എല്ലാം മാനദണ്ഡങ്ങളാണ്. ഈ മാനദണ്ഡങ്ങളാണ് നമ്മളെ ചെറിയവരും വലിയവരുമാക്കണവരും വിലപേശൽ കുറക്കണതും കൂട്ടുകയും ചെയ്യുന്നത്. മാനദണ്ഡങ്ങളാണ്. കർത്താവിന് നമുക്ക് ലഭിക്കുന്നത് അനുഗ്രഹങ്ങൾക്കെല്ലാം മാനദണ്ഡങ്ങൾ വരും. എങ്ങനെ കിട്ടിയാൽ? ഫിസിക്കൽ ഫേവേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൃപയെ സംബന്ധിച്ചിടത്തോളം മാനദണ്ഡങ്ങളില്ല. അവിടെ സ്ലാബുകളില്ല. നിൻ്റെ ദൈവം വിചാരിച്ചാൽ എല്ലാത്തിനും ഒരു തീരുമാനമാകും. നിൻ്റെ മനസ്സിൽ തരുന്ന ലക്ഷ്യങ്ങൾക്കും ദൈവം തീരുമാനിച്ചാൽ. അതുകൊണ്ട് കൃപ എപ്പോഴും, നമ്മൾ ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് കൃപയിലാണ്. എങ്ങനെ ഈശോൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കാം? അതിന് നമ്മളെടുക്കുന്ന മാനദണ്ഡം എന്താണ്? ഈശോ എങ്ങനെ അപ്പനെ പ്രസാദിപ്പിച്ചത്? ഈശോ എങ്ങനെ അപ്പനെ പ്രസാദിപ്പിച്ചതെന്നാണ് ഈശോ 5:40 എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ്? എന്നോട് അപ്പം പറഞ്ഞതിൻ്റെയൊക്കെ ഇരട്ടി ഞാൻ ചെയ്താണ് അപ്പനെ പ്രസാദിപ്പിച്ചത്. ഔട്ട് ഓഫ് ലവ്. ഞാനതെങ്ങനെയാണ് ചെയ്തത്? എങ്ങനെ ചെയ്തത്? അപ്പനോടുള്ള, അല്ലാതെ പെയ്തും പെരക്കും പിച്ചുമ്പയും പറഞ്ഞല്ല ചെയ്തിരിക്കണത്. തർക്കിച്ചല്ല. അതായത് എപ്പോഴും നമ്മൾ വിചാരിക്കണത്, ഈ തർക്കവും ബഹളവും വരുമ്പോൾ തന്നെ താരതമ്യം വരും. തർക്കം വരികയില്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തിയുടെ സ്വഭാവം ഉണ്ടാകണം. നമ്മൾ തർക്കിച്ച് ചെയ്താൽ എന്ത് പറ്റും? താരതമ്യം പറയും. നമ്മളിപ്പോൾ തന്നെ, എടാ നീ കടയിൽ പോയി മരുന്ന് മേടിക്കാൻ അമ്മ പറയും. അപ്പോൾ അവനെന്താ പറയണത്? ഞാനാണ് റേഷൻ കടയിൽ പോയത്. അപ്പോൾ അനിയനോട് പറയാൻ പറയും. മരുന്ന് മേടിക്കണത് ഞാനാണ് റേഷൻ കടയിൽ പോയത്. അപ്പോൾ ഇതിൻ്റെ പണി തീർന്നു. ഇനി മരുന്ന് മേടിക്കണത് ഞാൻ തന്നെ മേടിക്കേണ്ട കാര്യമില്ല, അത് അനിയനോട് പറയാൻ പറയും. അത് തർക്കം വന്നില്ലേ? തർക്കം വന്ന എന്താ സംഭവം? താരതമ്യം പറയും. അപ്പോൾ ഇവനെന്താ പറഞ്ഞിരിക്കണത്? ഇവനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പന് മരുന്ന് മേടിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ അവനെന്താ പറയണത്? എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ റേഷൻ കടയിൽ പോയായിരുന്നു, അല്ലെങ്കിൽ കറണ്ട് ചാർജ് അടക്കാൻ പോയായിരുന്നു.
മറ്റവൻ ഒന്നും പോയില്ല, അവൻ ചുമ്മാ കിടന്ന് വായിക്കാനും കട്ടിലെ കിടന്നുകൊണ്ട് ടി വിയും കണ്ടുകൊണ്ട് മൊബൈലിൽ വീഡിയോ പ്ലേ ചെയ്തിരിക്കണം. അവനോട് മരുന്ന് മേടിക്കാൻ പോകാൻ പറയും. അവിടെ എന്താ പറ്റുക? അവിടെ തർക്കം വന്നു. തർക്കം വന്ന് എന്താണ്? താരതമ്യം വരുന്നത് കൊണ്ടാണ്. തർക്കത്തോട് ചെയ്യണ ഓരോ ജോലിയും നമ്മൾ താരതമ്യപ്പെടുത്തിയാണ് ചെയ്യണത്. താരതമ്യം ചെയ്യണ ആരോടായിരിക്കും? നമ്മളുടെ ലെവലിലുള്ളവരാണ് താരതമ്യം ചെയ്യണത്. തർക്കവുമില്ല താരതമ്യവുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം തലയിൽ സംഗ്രഹിക്കുമ്പോഴാണ് തർക്കവും താരതമ്യവും വരണത്. അപ്പം അമ്മ പറയണത് തലയിൽ സംഗ്രഹിക്കേണ്ട ഹൃദയത്തിലാണ് സംഗ്രഹിക്കേണ്ടതെന്നാണ് അമ്മ പറയണത്. ഇല്ലേ? പെറ്റ കിടക്കാൻ നേരത്ത് ആരും കാണാൻ വന്നപ്പോൾ ആരാ വന്നത്? ആട്ടിടയന്മാരല്ലേ വന്നത്. അപ്പോൾ ഉള്ളിൽ പറഞ്ഞ അപ്പൻ്റെ വാക്ക് കേട്ടല്ലേ ഞാൻ ഗർഭം ധരിച്ചത്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മക്കളെയൊക്കെ പെറ്റതറിയാൻ വേണ്ടി ഇപ്പം ജെയിംസൊക്കെ ഇല്ലേ, യാക്കോബ്, അവരൊക്കെ അനിയത്തിൻ്റെ മക്കളല്ലേ, അവരൊക്കെ പെറ്റതറിയാൻ വേണ്ടി വന്ന ആട്ടിടയന്മാരല്ലല്ലോ, അല്ലേ? നല്ല നാട്ടുകാർ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും വന്ന ആവശ്യത്തിന് സ്വർണവും പൊന്നും ഒക്കെ കൊടുത്തിട്ടില്ലേ? ഇപ്പം എൻ്റെ അനിയത്തി പെറ്റപ്പോഴും ഒക്കെ നാട്ടുകാരുണ്ടായിരുന്നില്ലേ? ഞാൻ അപ്പൻ്റെ വാക്ക് കേട്ടല്ലേ ജീവിച്ചത്. ഞാൻ പെറ്റപ്പോൾ ആട്ടിടയന്മാരല്ലേ വന്നത്. തലയിലാണ് കൊണ്ടിരുന്നെങ്കിൽ തർക്കം ഉണ്ടായേനെ. അപ്പം അമ്മ പറയണം ഞാൻ തലയിലത് കൊണ്ടില്ല. ഞാൻ പെറ്റ് കിടന്നപ്പോൾ പെറ്റതറിയാൻ വേണ്ടി ആട്ടിടയന്മാർ വന്നപ്പോഴും എൻ്റെ അനിയത്തി യോഹന്നാനും യാക്കോബിനെ പെറ്റപ്പോൾ നാട്ടുകാർ വന്നപ്പോഴും ഞാനത് തർക്കമെടുത്തില്ല. ഞാനെന്താണ്? ഞാൻ തലയിലല്ല കൊണ്ടത്, ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. എന്താ കാര്യം? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. തർക്കവും ഉണ്ടാകണ എപ്പോഴാണ്? താരതമ്യം വരുമ്പോഴാണ്. തർക്കം വരാതെ എപ്പോഴാണ്? ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതാണ്. ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ളത് ആരാണ്? ദൈവമാണ് ഹൃദയത്തിലുള്ളത്. മനുഷ്യന്മാർ തമ്മിൽ താരതമ്യപ്പെടുമ്പോഴാണ് തർക്കം വരണത്. അത് തലയിൽ സംഗ്രഹിക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് എടുക്കുമ്പോഴാണ് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്. അപ്പം നിരാശയും സങ്കടവും ഉണ്ടാകും. പല അപ്പന്മാരോടും അമ്മമാരോടും അവർ മരിക്കുന്ന സമയത്ത് ഒരു മക്കൾ സംസാരിക്കാതെ പിരിഞ്ഞിട്ടില്ലേ? എന്തിനാണ്? ഭൗതിക വസ്തുക്കൾ ചേട്ടനെയോ അനുജനെയോ കൊടുത്തപ്പോൾ കൂടിയോ കുറഞ്ഞോ പോയതിൻ്റെ പേരിലാണ് നിങ്ങൾ മോന്തം കയറ്റി നിങ്ങളുടെ മോന്ത പോലെ തന്നെ അപ്പനെയും അമ്മനെയും ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടിരിക്കണത്. അതെന്താണ്? തലയിൽ സംഗ്രഹിച്ചതിൻ്റെ ഭാഗമാണ്. അമ്മ എന്താ പറയണത്? ഒന്നും തലയിൽ സംഗ്രഹിക്കേണ്ടതല്ല, എല്ലാം ദൈവത്തിന് ഒപ്പിച്ച് ചെയ്യേണ്ടതാണെന്നാണ്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചേക്കുന്നത്. തർക്കവുമില്ല. അവളൊന്നു ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, സൽപ്രവൃത്തികളെക്കാൾ കൃപാവര പ്രവൃത്തികള് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യാൻ മനുഷ്യന്മാരോട് താരതമ്യം ചെയ്യാതെ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവനാമത്തിൽ ചെയ്യാൻ, ദൈവമഹത്വത്തിന് ചെയ്യാൻ എന്നെ ദൈവ പൈതലാക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തെ സമർപ്പിക്കുന്നു, ജീവിത വ്യാപാരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. ആ ബോധ്യത്തോടുകൂടി ചെയ്യാൻ കൃപ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കൃപ ചെയ്യണമേ. നിബന്ധന പ്രകാരം കർത്താവേ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ, ദൈവനാമത്തെ ചെയ്യാൻ ഞങ്ങൾക്ക് കരുത്ത് വരണമേ, വിശ്വാസം വരണമേ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പൊ പരിശുദ്ധാത്മാവും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തർക്കമില്ലാതെ താരതമ്യമില്ലാതെ, താരതമ്യം വരുമ്പോഴാണ് തർക്കങ്ങൾ വരുന്നത്. പക്ഷെ താരതമ്യപ്പെടുത്തേണ്ടത് ആര്? മനുഷ്യന്മാരോട് താരതമ്യപ്പെടുത്തരുത്. ആരോട് താരതമ്യപ്പെടുത്തണം? ദൈവത്തോട് താരതമ്യപ്പെടുത്തണം. ദൈവത്തിൻ്റെ നാമത്തിലാണ് നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവൃത്തികൾ, ഉടമ്പടി പ്രകാരമുള്ള എല്ലാ നടപടികളും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യണത്? അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിലയുണ്ടാകും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിലയുണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ 12:21, നിങ്ങൾ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരാകുവിൻ. ലുക്കായുടെ സുവിശേഷം ഇല്ലേ 12:21 എന്നാ പറഞ്ഞിരിക്കണത്? നിങ്ങൾ ദൈവ തിരുസന്നിധിയിൽ
സമ്പന്നനാകാൻ. എങ്ങനെ ദൈവതിരുസനി സമ്പന്നനാകാൻ പറ്റും? ദൈവതിരുസനി സമ്പന്നനാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രാർത്ഥനാശേഷി, അതായത് നമ്മളുടെ മെരിറ്റ് കൂടിക്കൊണ്ടിരിക്കും. നമ്മളുടെ മെരിറ്റ് കൂടിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ്? ദൈവതിരുസന്നിധിയിലാണ് നമ്മുടെ മെരിറ്റ് കൂടുന്നത്, മനുഷ്യൻ്റെ തിരുസന്നിധിയിലല്ല. മനസ്സിലായില്ലേ? അതായത് ലുക്ക 12:21 ദൈവതിരുസന്നിധിയിൽ പറഞ്ഞ് സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവന്റെ അവസ്ഥയാണിത്. അപ്പൊ ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു മാർഗം, നമ്മുടെ വാങ്ങൽ ശേഷി, സ്വീകരണശേഷി, അനുഗ്രഹം സ്വീകരണശേഷി വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവതിരുസന്നിധിയിൽ നമ്മൾ സമ്പന്നനായി മാറണം. ഈ ദൈവതിരുസന്നിധിയിൽ നമ്മൾ മെറിറ്റോറിയസ് ആയിട്ട് വിലയുള്ളവരായിട്ട് മാറാൻ വേണ്ടിയാണ്. മാറിയാൽ എന്താ സംഭവിക്കണത്? അങ്ങനെ മാറിയാൽ ഈ മാർത്ത പറഞ്ഞ കാര്യം സംഭവിക്കും. 11 യോഹന്നാൻ 11:22 നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞില്ലേ? അപ്പോഴാണ് ഈശോ തിരിച്ചു പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തിരിച്ചും പറയും പോലെ പറഞ്ഞിരിക്കണതാ, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ലഭിക്കും. എപ്പോഴാണ് ലഭിക്കുന്നത്? 15 യോഹന്നാൻ 15:7 അനുസരിച്ച് കൊണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഈ ഉടമ്പടിയിൽ സംഭവിക്കുന്നത്, നമ്മൾ ആ ഉടമ്പടി പ്രകാരം അതിൻ്റെ നിബന്ധനകൾ പാലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താ? ഈ നിബന്ധനകൾ പാലിക്കുന്നതനുസരിച്ച് എല്ലാ നിബന്ധനകളും പാലിക്കേണ്ടത് എങ്ങനെയാണ്? ഔട്ട് ഓഫ് ലവ് ആണ്. അവിടെയാണ് നമുക്ക് പെശക് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിലുമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിലുമല്ല. അതാണ് പ്രശ്നം. ചെയ്യണ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു പത്രം കൊടുക്കും. ചില ആൾക്കാർ ഒരു ചേട്ടായി എന്നോട് പറഞ്ഞാച്ചാ, ഞാൻ ഓരോ പത്രം, എനിക്കാണെങ്കിൽ കിതപ്പുള്ള ആളാണ്, അധികം നടക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ പത്രം കൊടുത്തപ്പോൾ 2-3 വീട്ടിൽ കൊടുത്തപ്പോൾ 3-ാമത്തെ വീട്ടുകാരൻ എന്നോട് പറഞ്ഞ് ഈ പത്രം ഈ മാസത്തെ ഇവിടെ കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ ചെയ്ത് ഞാനും പിന്നെ ഞാൻ ഭാര്യനെയും വിളിച്ചുകൊണ്ട് വേറെ നാട്ടിൽ പോയി കൊടുത്തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മനുഷ്യൻ സൗഖ്യപ്പെട്ട ഇവിടെ വന്നത്. ഞാൻ എൻ്റെ ഭാര്യനെയും കുറിച്ച് എനിക്ക് ഇടയ്ക്കത്തിൽ ഓർമ്മക്കുറവുള്ള കാരണം എൻ്റെ ഭാര്യനെയും വിളിച്ചുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് വേറെ നാട്ടിൽ, ഞങ്ങളുടെ അടുത്തുള്ള ഗ്രാമത്തിൽ കൊണ്ടേ കൊടുത്തു. എന്താ? നിന്നോടൊരു മൈൽ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ 2 മൈൽ പോയതാണ്. ഔട്ട് ഓഫ് ലവ് ആണ് ആ ചെയ്തിരിക്കുന്നത്. എന്താണ്? പത്രം വായിക്കുന്നൊരു കർത്താവെ നിന്നെ അറിയാൻ ഇടയാക്കണേ എന്ന് 2 കാര്യം പ്രാർത്ഥിക്കണം. പത്രം വായിക്കുന്നൊരു പത്രം കീറി വായന കഴിയുമ്പോൾ വേറെ കാര്യത്തിനുണ്ടെന്ന് ഉപയോഗിക്കല്ലേ കർത്താവേ. ഇത് പത്രം എന്തുമാത്രം ഉറഞ്ഞതിൻ്റെ അക്ഷരങ്ങൾ തേഞ്ഞ് തീരണ വരെ അനേകായിരങ്ങൾക്ക് കർത്താവിനെ അറിയാൻ എൻ്റെ ഈ കൊച്ചു പത്രം കൊണ്ട് കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് സ്വകാര്യമായി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടില്ല, ഇപ്പം പറഞ്ഞു പോയി. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 മൈൽ പോകാൻ പറഞ്ഞതിൻ്റെ അടുത്ത് 2 മൈൽ പോകണവനെ പോലെയാവും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവിൻ്റെ മനസ്സ് ഒലിക്കണം. കർത്താവിൻ്റെ മനസ്സ് നിങ്ങളെ കാണുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അതിന് അനുകമ്പ തോന്നിയെന്ന് പറഞ്ഞില്ലേ? ദൈവത്തിൻ്റെ മനസ്സിന് ഇളക്കം തട്ടണം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നി. ചുമ്മാ അനുകമ്പ തോന്നത്തില്ല, കാരണം ഉണ്ടാകണം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നി. ദൈവത്തിൻ്റെ മനസ്സ് ഇളക്കണതിന് ചുമ്മാ ഇരുന്ന് ഇളകണമല്ല, ചുമ്മാ ഇരുന്ന് ഉരുകത്തല്ല, കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. കാരണം എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ മനസ്സ് ഇളകിയത്? കാരണം എന്താണ്? 3 ദിവസമായി അവരെന്നോടുകൂടി ആയിട്ട്, അതാണ് കാരണം. ചുമ്മാ നമ്മളെ കാണുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് ഇളകത്തൊന്നുമില്ല. അതിന് കാരണമുണ്ടെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്.
എന്താണ് കാരണം? സാധാരണ കാരണമൊന്നുമല്ല. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. കാരണം 3 ദിവസമായി അവരെന്നോടുകൂടി ആയിട്ടെന്ന്. കാര്യം എന്താണ്? എല്ലാം മറന്ന് കർത്താവിൻ്റെ കൂടെ കൂടിയിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% കർത്താവിനെ വിശ്വസിച്ചു കൊണ്ടുള്ള ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് അങ്ങ് ജീവിക്കുക. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് നമ്മൾ അതായത് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാര്യം ഉടമ്പടിയേക്കാൾ വലിയൊരു കാര്യം ഇവന് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നൊവേനയുടെ കാലം കഴിഞ്ഞില്ലേ, അതിനുശേഷം ഓരോരോ പ്രാർത്ഥനാ രൂപങ്ങൾ വന്നില്ലേ. പക്ഷേ ഇതെന്ന് പറയണത് സമ്പൂർണ്ണമാണ്. എന്താ കാര്യം എന്നറിയാവോ? ഇതിലും മുഴുവനും ബൈബിളാണ്. ബൈബിള് എങ്ങനെ കർത്താവിൻ്റെ മനസ്സാണ്, കർത്താവിൻ്റെ മനസ്സ് ഒരു വ്യക്തിയെക്കുറിച്ചുള്ളത്, അതെങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാമെന്ന് നമ്മൾ എത്രയോ ഇത് ഓളോണെ സടം കിട്ടിയതല്ലല്ലോ ഉടമ്പടി. 32 കൊല്ലത്തെ പൗരോഹിത്യ ഉപവാസവും ഞാൻ ചില സമയത്ത് ഓർക്കുകയെ 30 കൊല്ലമൊക്കെ ഉപവസിച്ചിട്ടില്ലേ, 30 കൊല്ലമായിട്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിത ആവശ്യം വരുമ്പോഴല്ലേ അത്യാവശ്യം ഉപവസിക്കണത്. ഞാൻ ഇസ് തുടങ്ങിയത് 89 തുടങ്ങിയതല്ലേ, അന്ന് മുതൽ എല്ലാ ചൊവ്വാഴ്ച ഉപവസിക്കണമല്ലേ. ഇപ്പോൾ ഉപവാസം കൂടിയില്ലേ, ഉപവാസത്തിന് കണക്ക് പറയുകയല്ല. ഇതൊക്കെ ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? വയറും പുള്ളി അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാൾ ദൈവത്തിന് തോന്നും, കുറേ നാളായല്ലേ ഇവനിങ്ങനെയൊക്കെ നടക്കണത്. ഒരു 2-3 കൊല്ലമൊന്നും അല്ലല്ലോ, എത്ര കൊല്ലമായി. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ദൈവമേന്നും പറഞ്ഞ് വേറെ ആരെയും നമ്മൾ ഓർക്കണേന്ന് സങ്കല്പിക്കണേയില്ല. അതൊക്കെയാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ. ഞാൻ ഇടയ്ക്ക് ഓർക്കുവേ, എന്ത് മെരിറ്റിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതെന്ന്. എന്ത് മെരിറ്റിലാണ് പ്രത്യക്ഷപ്പെടുന്നേക്കാൾ വലിയ സംഭവമാണ് ഉടമ്പടി. കാര്യം അത് പഠിച്ചു വന്നാൽ അത് അങ്ങോട്ടാണ് പോകണത് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇതെന്താ? സമയമല്ലേ, സമയ ചുരുക്കമല്ലേ. ഈ സമയം എങ്ങനെ ചുരുക്കാമെന്നാണല്ലോ അച്ഛനിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കണത്. എങ്ങനെ ഭൗതിക അനുഗ്രഹത്തിൻ്റെ ആയാലും കൃപയുടെയാൽ സമയം എങ്ങനെ ചുരുക്കാൻ പറ്റും? അതെങ്ങനെ ചുരുക്കാൻ പറ്റും? ഉടമ്പടിയിലൂടെയാണ് സമയം ചുരുക്കണത്. ഉടമ്പടിയുടെ അന്തസത്ത എന്താ? സ്നേഹമാണ്. കർത്താവ് അവസാനം ചെയ്ത ഉടമ്പടിയും എന്താണ്? ഇപ്പോൾ 10 കൽപ്പന ഉടമ്പടിയല്ലേ മോസസിന് കൊടുത്തത് അല്ലേ? എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുക. അത് സംഗ്രഹിക്കുമ്പോൾ എന്താ കിട്ടണത്? എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ അതിൽ നിന്ന് കിട്ടണം. ഇനി ഈശോ കുർബാന സ്ഥാപിച്ചപ്പോഴും ആ ബേസ്മെൻറ്റിന് മാറ്റമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. കാര്യം എന്താണ്? ഞാനാണ് നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ കർത്താവാണ് നിങ്ങളുടെ പാദം കഴുകിയത്. ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയണത് കർത്താവ് പാദം കഴുകിയെന്ന് മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിലെ ഉടമ്പടിയും പുതിയ നിയമത്തിലെ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നേ ഉള്ളൂ. പഴയ നിയമത്തിലെ ഉടമ്പടി 10 നിബന്ധന കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് തൻ്റെ സാരസംഗ്രഹം എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ല മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് എന്താണ്? വ്യഭിചരിക്കരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, അനിയൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ സഹോദരനെ സ്നേഹിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ പഴയ നിയമത്തിലെ ഉടമ്പടി നിബന്ധനകൾ 10 ആണെങ്കിൽ 10 2ആയിട്ട് സംഗ്രഹിക്കുമ്പോൾ കിട്ടുന്നത് ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്നുകൊണ്ട് പറഞ്ഞതിന് പകരം പുതിയ നിയമത്തിലെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്നാ വന്നിരിക്കുന്നത്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, പക്ഷേ ഞാൻ ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുകയാണ്. അതാണ് പുതിയ നിയമത്തിലെ ഉടമ്പടി വരെ. ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണം പൂർണ്ണതയിലെത്തിക്കണത് പഴയ നിയമത്തിലെ ദൈവം കർത്താവാണ്, പക്ഷെ പാദം കഴുകത്തില്ല. മനസ്സിലായില്ലേ? പുതിയ നിയമം ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടി ആയിരിക്കുമ്പോൾ എന്തിനു വേണ്ടി നമ്മുടെ കൂടെ ആയിരിക്കുന്നു? നമ്മളിൽ ഒരുവനെ പോലെ നമ്മുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചുകൊണ്ട് പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞുകൊണ്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കൃപയാൽ നമ്മളെ വളർത്തി അവരോട് വാക്കുള്ള ദൈവം കൈ അടിച്ചു കിടത്താണ്. സുതരലിയ യേശു
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ പുതിയ ഉടമ്പടി ചെയ്തപ്പോൾ പരിചരിക്കുന്ന സ്നേഹമാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയണത്. നിങ്ങൾ 3 മാസം ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഈ പരിചരിക്കുന്ന സ്നേഹത്തിൽ ഞാൻ വളർന്നു എന്ന്. അങ്ങനെ വളർന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് ദൈവത്തോട് എന്തും ചോദിക്കാവുന്ന അവസ്ഥയിലേക്ക് നീ ഉയർന്നു എന്നതിൻ്റെ അർത്ഥം. പരിചരിക്കുന്ന സ്നേഹത്തിലേക്ക് നീ താഴുമ്പോൾ ദൈവത്തോട് എന്തും ചോദിക്കാവുന്ന കൃപയിലേക്ക് നീ ഉയരുകയാണ് ചെയ്യണത്. അപ്പോൾ നിൻ്റെ ലക്ഷ്യം എപ്പോഴും കർത്താവിനോട് എന്തും ചോദിക്കാവുന്ന സ്വാതന്ത്ര്യത്തിലേക്കും മെരിട്ടിലേക്കും, അതാണ് നിൻ്റെ യോഗ്യതയിലേക്കും. കർത്താവെ എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ പരിചരിക്കുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങയോട് എന്ത് ചോദിക്കാവുന്ന ആത്മബന്ധത്തിലേക്ക് എന്നെ ഉയർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ചോദിക്കുന്നതെന്തും ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സന്തോഷത്തിൽ എല്ലാവരും എഴുന്നേൽക്ക്. ഉടമ്പടി വിഷയങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഓർക്കേണ്ടതാണ്. അച്ഛനിലൂടെ ഈശോ സംസാരിച്ച വചനങ്ങൾ യൂട്യൂബിലുണ്ട്. നിങ്ങളിന്ന് രാത്രി പോയി അത് കേട്ടിട്ടതിന് ശേഷം അതിൻ്റെ വചനങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. ആ വചനങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചതിന് ശേഷം അതുപോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ ദൈവ തിരുസന്നിധിയിലുള്ള നിങ്ങളുടെ അനുഗ്രഹശേഷി, ബ്ലെസ്സിങ്സ്, അതായത് ദൈവ തിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹം, ബ്ലെസ്സിങ്സ് സ്വീകരിക്കാനുള്ള ശേഷി വർദ്ധിക്കും. വലിയ ദൈവ വെളിപാടാണ് നമുക്ക് കിട്ടിയത്. അവസാനത്തെ വെളിപാട് ഇവിടെ വന്നതിന് ശേഷം ഈശോ തന്നതാണ്. ഇന്ന് ഞാൻ സംസാരിച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 30 മിനിറ്റിനുള്ളിൽ ഞാൻ മുറിയിലായപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാം. അതായത് മാർത്ത ലാസറിൻ്റെ കുഴിമാടത്ത് നിന്ന് പറഞ്ഞത് 11:22, കർത്താവേ, അങ്ങ് ദൈവത്തോട് ചോദിക്കുന്നത് എന്തും ദൈവം അങ്ങേക്ക് നൽകും എന്നെനിക്കറിയാം. അതിൻ്റെ മറുപടി 15:7 നമ്മൾക്കും അതുപോലെ ഈശോനെ പോലെ ദൈവത്തോട് ചോദിക്കുന്നത് എന്തും കിട്ടാൻ കർത്താവിൻ്റെ വചനം അറിയുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിക്കാം. അങ്ങനെ അതാണ് ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയണത്. ഉടമ്പടി നിങ്ങളെ കൃപയിൽ വളർത്തുകയും ദൈവത്തിൻ്റെ സ്വന്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉടമ്പടിയിൽ എന്ത് ചെയ്താലും അത് നിയമപരമായി കടപ്പെട്ടൊരു കാര്യം ചെയ്ത് മാറ്റുന്നതിനേക്കാൾ ഉപരി കർത്താവിനോടുള്ള വലിയ ആത്മബന്ധത്താൽ ദൈവസ്നേഹത്താൽ ചെയ്യണമെന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ അനുസ്മരിപ്പിച്ചത്.
പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, അങ്ങ് നൽകിയ വെളിപാടിന് നന്ദി പറയുന്നു. അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എന്നെ വളർത്തണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്റെ കരുണയുടെ യോഗ്യതയാൽ നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ഞങ്ങളുടെ മേൽ ഒഴുകണമേ. ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ എല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യൂട്യൂബിലൂടെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര് ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ കൃപ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, കരുണയുടെ മഹാകരുണയുടെ അഭിഷേക ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് നമ്മൾ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പോലെ മക്കളില്ലാത്തവരെ, വിവാഹ തടസ്സമുള്ളവരെ, ഇനി പറയുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത്. മക്കളില്ലാത്തവർ, വിവാഹ തടസ്സമുള്ളവരെ, സ്ഥലവും വീടും ഇല്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സ്ഥലമുണ്ട് പക്ഷേ വീട് ഇല്ലാത്തവർ, സ്ഥലവും വീടും വലിയ കടക്കണിയിലായി ഈട് വെച്ചിരിക്കണവർ, അതിന് ജപ്തി നടപടി നേരിടാൻ സാധ്യതയുള്ളവർ, അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടത്ര വരുമാനമില്ലാത്തവർ, ശമ്പളം കിട്ടാതെ 3-5 മാസം ശമ്പളം കുടുങ്ങിപ്പോയവർ, ഈ ആരാധന ഈ യൂട്യൂബിലൂടെ ഇപ്പോൾ അനേക രാജ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഇതര സംസ്ഥാനങ്ങളിലും ഇതര രാജ്യങ്ങളിലുമൊക്കെ ജീവിക്കുന്ന നമ്മുടെ മക്കളാണ്. ഇപ്പോഴേ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഉടമ്പടി എടുത്ത് മടങ്ങിയിരിക്കുന്നവർ, അവർ ഉടമ്പടി ചെയ്തു പോയ എല്ലാ വിഷയങ്ങളുമേലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയിൽ ഈ ആരാധനയിൽ ഈശോയുടെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ഓരോന്നായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ഞങ്ങൾ വെച്ച നിയോഗങ്ങൾ, ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതിക്കഴിഞ്ഞ മക്കളുണ്ട്, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുണ്ട്. അക്കാഡമി ബോർഡ് എക്സാം ആയാലും ശരി, അക്കാഡമിക് എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം ആയാലും, പ്രൊഫഷണൽ സ്റ്റഡീസ് ആയാലും, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മെറിറ്റ് എക്സാമിനേഷൻസ്, അതിനുവേണ്ടി പഠിക്കുന്നവരും പങ്കെടുക്കുന്നവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളിപ്പോൾ അവരെ മനസ്സിൽ ഓർക്കുക. ടെക്നിക്കൽ പ്രോബ്ലംസ് വെച്ചാൽ എവിടെയെങ്കിലും സർട്ടിഫിക്കറ്റ് കുടുങ്ങിപ്പോവുക, സർട്ടിഫിക്കറ്റുകൾ കിട്ടാണ്ടിരിക്കുക, കൈമോശം കാണാണ്ടിരിക്കുക, പ്രമാണങ്ങളൊക്കെ കാണാതിരിക്കുന്നില്ലേ, സ്വർണം ഉൾപ്പെടെ പ്രമാണങ്ങളും പ്രധാനപ്പെട്ട ചില രേഖകൾ കാണാതിരിക്കുന്നില്ലേ, അതിനോട് ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. അതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് അമ്മയ്ക്കറിയാം. അമ്മ ഈശോനോട് പറയും, നമുക്കത് കിട്ടും. അതുപോലെ കാണാതിരിക്കുന്ന എന്തായാലും ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിക്കുക. വീട് പൊട്ടിപ്പോയിട്ടുള്ള ആൾക്കാരില്ലേ, ചിലപ്പോൾ കടം കയറി പ്രയാസപ്പെട്ട് പോയതാകാം, അവർ തിരിച്ചു വരണ്ടേ?
അപ്പോൾ നിങ്ങൾ പറയും തിരിച്ചു വന്നാൽ പിന്നെയും കടക്കാർ വീട് വളയും, ഭയങ്കര പ്രശ്നമായിരിക്കും. അവരെ തിരിച്ച് കൊണ്ടുവരണമെന്ന് ഈശോനോട് പറ. അപ്പോൾ കടങ്ങൾ പരിഹരിക്കാനുള്ള മാർഗവും അതിൻ്റെ കൂടെ വരും. വഴക്കിട്ട് അകന്നു പോയവരില്ലേ, ഭാര്യ ഭർത്താക്കന്മാർ അകന്നു പോയവർ, പലപ്പോഴും നിസ്സാരമായ പിടിവാശി കൊണ്ട് ആവശ്യമില്ലാത്ത മൂഡൗട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാക്കി വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞ് മനസ്സ് മുറിഞ്ഞും മടുത്ത് പോയവരില്ലേ. അവരെല്ലാം തിരിച്ചു വരേണ്ടതാണ്. സ്വർഗത്തിൻ്റെ പൊതു പോളിസി ദൈവത്തിനെ അടുപ്പിച്ച് ബന്ധിച്ചിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരണമെന്നുള്ളതാണ് പൊതുനയം. കർത്താവിൻ്റെ പൊതുനയം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മനസ്സതാ. പോയവരെല്ലാം തിരിച്ചു വരണം. അപ്പനും അമ്മയായാലും അപ്പനെയും അമ്മയും നോക്കാൻ പറ്റണില്ലെങ്കിൽ അതിനുള്ള അവസ്ഥ തരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ അവരെ എന്തെങ്കിലും നമ്മുടെക്കൊന്ന് മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ മുട്ടുമേ വീണ് കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കണം. അത് അപ്പനെയും അമ്മേനെയും നോക്കാൻ പറ്റണില്ല, കുഞ്ഞുങ്ങളുടെ രോഗം കാരണം ഒന്നിനും പറ്റണില്ല, അതിനുള്ള മാർഗം തരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി പിടിച്ചു നിൽക്കാൻ പറയണില്ലേ. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറയുമ്പോൾ അത് നിറവേറ്റാനുള്ള കൃപ ദൈവം തരുമെന്ന് അതിൽ അണ്ടർസ്റ്റുഡാണ്. അകന്നുപോയ ഭാര്യാഭർത്താക്കന്മാർ, വീട്ടിൽ നിന്നിറങ്ങിപ്പോയ അമ്മമാർ, കടങ്കേറി മുടിഞ്ഞ് നാട് വിട്ടുപോയ സഹോദരങ്ങൾ ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ, കാണാതെ പോയ മക്കളുണ്ട് കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ആധാരങ്ങൾ കർത്താവേ, ഡോക്യുമെന്റ്സുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവേ, ഉടമ്പടി പേപ്പർ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയിട്ടുണ്ട് കർത്താവായ ദൈവമേ. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആധാർ പേപ്പറുകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട് കർത്താവ്, എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. ഭരണ ഉടമ്പടികൾ നഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു പോയവര്, കാണാതെ പോയവര്, കൈമോശം വന്നു പോയവര്, കിട്ടാക്കടങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏറ്റവും വലിയ ദൈവകൃപ ചിന്തന സമയമാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹത്തിന് മണ്ണിൽ നിന്നെ നിർത്തിയത് ദൈവമാണെന്ന് നീ ഓർക്കണം. അങ്ങനെ ഓർത്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ മനസ്സ് പറയണതൊക്കെ നീ പ്രാർത്ഥിക്കുക. ദിവ്യകുർബാനയിലെ അമ്മമാതാവിൻ്റെ മധ്യസ്ഥയിലാണ് നമ്മൾ ദിവ്യകുർബാന നടത്തുന്നത്, ആരാധന നടത്തുന്നത്. ജീവിതത്തിൽ ഒരു അത്ഭുതം കാണാതെ നടക്കാതെ ചിലപ്പോൾ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകത്തില്ലെങ്കിൽ ദൈവം അത്ഭുതം തന്നെ നടത്തും. പതിനായിരക്കണക്കിന് മനുഷ്യരാണ് കൃപാസനത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ഉടമ്പടി പ്രാർത്ഥന, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്കറിയാം.
ഹൃദയം നുറുങ്ങി എരിഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ. അച്ഛൻ പറയാത്ത രോഗികളില്ലേ? ഇപ്പം എന്നാ ഇപ്പോൾ വന്നിരിക്കുന്നത് ബ്ലീഡിങ് ഉള്ളവർ, പിന്നെ അറിയാതെ വയറ്റിൽ നിന്നൊക്കെ പോകുന്നവർ, മൂത്രം ട്രിപ്പായി പോകുന്നവർ, അവരെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കൈത്തണ്ടയ്ക്ക് ഒരുതരം ചെതലരിച്ചതുപോലെയുള്ള രോഗങ്ങൾ. പഴുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ പഴുപ്പുണ്ട്. പഴുപ്പ് കാണാൻ പറ്റത്തുമില്ല, നെക്കിയാൽ കിട്ടത്തുമില്ല, പക്ഷെ പഴുത്തതുപോലെ ഇരിക്കും. ആ രോഗിയെയും കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അസ്ഥി കുഴയുടെ പിടുത്തം പോയവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന. ഇരുന്ന ഇരിപ്പ് ഇരിക്കും, ഇടത് മുട്ട് നിവർത്താൻ പറ്റത്തില്ല. ആ രോഗിയെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന. ആഭിചാര പ്രവർത്തനങ്ങൾക്കും പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്കും പോയവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. ഹൃദയം നുറുകി മാപ്പ് ചോദിച്ച് പരിഹാരം ചെയ്യാൻ പറയുന്ന. പുളി ഉപയോഗിക്കാൻ പാടില്ലാത്തവരെ ആ രോഗം എന്തായാലും ഇപ്പോഴീശോ അത് സുഖപ്പെടുത്തുന്ന. നെയ്യ് അവസാനം ഒഴിക്കുന്ന ഒരു ആയുർവേദ മരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആയുർവേദമാണോ എന്താണെന്ന് അറിയത്തില്ല. അവസാനം ഒഴിക്കണത് നെയ്യാണ്. നെയ്യ് മീൻസ് വലിയ തവിക്കാണെങ്കിൽ അതിൽ 2 ടീസ്പൂണാണ് നെയ്യ് കൊള്ളണത്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാണ് അവസാനം അത് പ്രിപ്പയർ ചെയ്ത് അവസാനിപ്പിക്കുന്നത്. അതെന്തിന് രോഗത്തിനാണെങ്കിലും ആ രോഗത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഡിസംബറിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അതിനിപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുകയാണ്. നിങ്ങൾ ഡിസംബറിൽ ഡേറ്റ് ഇട്ടിരിക്കുന്ന വിഷയങ്ങളിൽ മേൽ കർത്താവിൻ്റെ വലിയ കൃപ വരുന്നുണ്ട്. എന്നുവെച്ചാൽ മറ്റു ഡേറ്റുകളിൽ കൃപ ഇല്ലെന്നല്ല അർത്ഥം. എന്തോ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അത് ഡിസംബറിലോട്ട് മാറ്റി വച്ചിരിക്കുകയാണ്. ഡിസംബറിലെങ്കിലും നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കാര്യമാണ്. 2 പ്രാവശ്യം വിദേശ ജോലിക്ക് കാശ് കൊടുത്തു, അതെല്ലാം പോയി. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതിന് മേലുള്ള ദൈവത്തിൻ്റെ ആശ്വാസവും അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കുന്ന സന്ദേശമുണ്ട്. ഒരു മൂക്ക്, ഇടത് മൂക്ക് ദ്വാരം അടയുകയും വലത് മൂക്ക് ദ്വാരം ഉള്ളിലേക്ക് വലുതാകുകയും ചെയ്തിട്ട് ഉണ്ടാകുന്ന അസുഖം. എന്താണ് അസുഖത്തിൻ്റെ പേരറിയത്തില്ല. കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. ഏതെങ്കിലും ശരീരത്തിൻ്റെ അറ്റം, മൂല ചുവന്നിങ്ങനെ വരും, പിന്നെ അത് പൊട്ടും, പിന്നെ അതിങ്ങനെ തുറന്ന ആ മുറിവങ്ങനെ ഇരിക്കും, അതിന് ഓറഞ്ച് നിറമായിരിക്കും. ആ രോഗത്തെ കർത്താവ് സുഖപ്പെടുത്തുന്നു. മൗനമായി പ്രാർത്ഥിക്കുക. സാമ്പത്തിക ബാധ്യതകൾ, നടപടി നേരിടുന്ന കുടുംബങ്ങൾ, അവർക്ക് വേണ്ടി അച്ഛൻ മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ വിഷമം അനുഭവിക്കുന്നവർ മാതാവിന് മധ്യസ്ഥത്തിന് വെക്കുക. മുതുക ആരോ തൊലി പൊളിച്ചതുപോലെ എപ്പോഴും നീറ്റലും ഊത്തലുവാ. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ മാങ്ങയുടെ ആകൃതിയുള്ള, ചെറിയ മാങ്ങയുടെ ആകൃതിയുള്ള അവയവം,
ഹൃദയം പോലെ ഇരിക്കും, പക്ഷേ ഹൃദയമല്ല, ഹൃദയത്തിൻ്റെ സ്ഥാനത്തല്ല ഇതിരിക്കണം, അതിനേക്കാൾ താഴ്ന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ അവയവത്തെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം അണ്ടമോ ബീജമോ കൊഴുപ്പില്ലാത്തതാണ്. എന്ന് വെച്ചാൽ ചുമ്മാ വെള്ളം പോലെ ഇരിക്കും. അത് കൊഴുത്ത് തടിച്ച് വന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ആ അസുഖം മാറ്റി അത് കൊഴുത്ത് തടിക്കുന്നതായിട്ട് കർത്താവ് കാണിച്ചു തരുന്ന ശ്രുതിയുടെ ലേവിക. ഹല്ലേലൂയ, നന്ദി കർത്താവേ, സ്തോത്രം. ഗ്ലോറി ജീസസ്. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. നേർച്ച വസ്തുക്കൾ മേശപ്പുറത്തിരിക്കൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അഞ്ചപ്പവും 2 മീനും കൊണ്ട് 5000 പേര്, 7 അപ്പവും ഏതാനും മത്സ്യങ്ങളുണ്ട് 4000 പേരെയും സംതൃപ്തരാക്കി സർവശക്തനും കാരുണ്യമായ ദൈവമേ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മീൻപിടുത്തക്കാരായ വിസ്തൃത ശ്രീഖന്മാരുടെയും സംരക്ഷണത്തിലെ ഞങ്ങളുടെ വള്ളത്തിനെയും വരയെയും യന്ത്രത്തെയും തൊഴിലാളികളെയും അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിക്കുന്ന സ്നേഹനിധിയും സകലത്തെയും പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് സമർത്ഥമായ മത്സ്യവിള നൽകുകയും ഞങ്ങളെ സമാധാനത്തിൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ. നേർച്ച വസ്തു ഉയർത്തിപ്പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കുക. Lord Jesus Christ, for our peace, Lord Jesus Christ, for our peace, the path Satan's attacks and machinations be dispelled unto the Father. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയെത്തിക്കാനും പുരുഷന്റെ അടയാളത്തിന്റെ മറ്റ് വസ്തുക്കളെ ഈശോയുടെ നാമത്തിൽ ശരീരത്തിന്റെ എളുപ്പമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഓർക്കണം. ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർക്കണം. ഉടമ്പടി പുതുക്കിയപ്പോൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ ഓർക്കണം. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വന്നപ്പോൾ നിയോഗങ്ങൾ ഓർക്കണം. എല്ലാം കർത്താവിന് സമർപ്പിക്കാൻ ഈ നേർച്ച വസ്തുക്കളെല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. പത്രതയെല്ലാം കർത്താവിന് സമർപ്പിക്കണം. പ്രാർത്ഥനാപൂർവ്വം വേഗം കൃപയിൽ പ്രാർത്ഥിക്കണം. മനമുയർത്തി സ്വരമുയർത്തി അതിശക്തമായി യേശുവേന്ന് വിളിക്കട്ടെ. വിളിച്ച പോലെ വിളിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ. മാരക രോഗങ്ങള് സുഖപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. തീരാവ്യാധികള് സൗഖ്യപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. ഇപ്പോൾ ലൈവായി ശുശ്രൂഷ കർത്താവേ, ലോകത്തെ നാനാഭാഗങ്ങളിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേർച്ച വസ്തുക്കളെ കർത്താവ് ഏറ്റെടുക്കണമേ. വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവെ അഭിഷേകം ചെയ്യണമേ. സന്താനരഹിതരെ, ഭവനരഹിതരെ, ലോണിൽ അപേക്ഷിച്ചിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഡിസംബറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൃപ ചൊരിയണമേ. കർത്താവിന്റെ കാരുണ്യം ചൊരിയണമേ. കർത്താവായ ദൈവമേ, വീടുകളിൽ രോഗികളായി കഴിയുന്നവരെ
ആശുപത്രി രോഗികളായി കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ